ഹലോ ആൻഡ് വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് 9 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ 9ാം ദിവസത്തിൽ എന്താണ് അവിടെ പ്രത്യേകിച്ച് നടന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ കിച്ചണില് വഴക്ക് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അതായത് കഴിഞ്ഞ ദിവസം കൂടി ലാലേട്ടൻ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കള എന്ന് പറയുന്നത് അടുക്കാനുള്ള ഒരു കളമാണെന്ന്. ഇന്നലത്തത് കണ്ടിട്ട് അടിക്കാനുള്ള ഒരു കളമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇന്നലെ ഒരുപാട് വഴക്കുകൾ നടന്നൊരു ഏരിയ ആയിരുന്നു കിച്ചൺ എന്ന് പറയുന്നത്. തുടക്കം തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിസയിലും അനീഷും ഒക്കെയാണ് ഇത്തവണത്തെ കുക്കിംഗ് ടീമിലുള്ളത്. അതിൽ ക്യാപ്റ്റൻ ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ അനീഷിനെയാണ്. ആ സമയത്ത് എന്തൊക്കെയോ ജിസയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓവനിൽ നിന്ന് എന്തോ സാധനം എടുത്ത് മാറ്റിയ സമയത്ത് അത് അടയ്ക്കാനായിട്ട്, അതിന്റെ ഡോർ അടയ്ക്കാനായിട്ട് വിട്ടുപോയി. അത് ഓൾറെഡി അനീഷ് കണ്ടു. അനീഷ് അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഒന്നുകിൽ നോക്കുകയാണെങ്കിൽ അനീഷിന് അത് പോയി അടയ്ക്കാം. അത്രയും ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആസ് എ ക്യാപ്റ്റൻ അയാൾ അത് ജിസേലിന്റെ അടുത്ത് പറയായിരുന്നു. ഇത് അയാൾ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് ആകെപ്പാടെ ഒരു സാധനം തുറന്നാൽ അടയ്ക്കാൻ അറിഞ്ഞൂടെ, ഇനി ഇത് ഓരോ കാര്യം ചെയ്യുന്നതിന്റെ പിന്നാലെയും ഓരോരുത്തരെ വിടാം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ജിസേലിന്റെ അടുത്ത് തട്ടിക്കയറി. ജിസേല് പക്ഷെ കുക്കിങ്ങിന്റെ തിരക്കിലായതുകൊണ്ട് ആൾ അത്ര റെസ്പോണ്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാരും കൂടി ചാടി അനീഷിന് നേരെ വീണ് ഭയങ്കരമായിട്ട് നമ്മുടെ കലാഭവൻ സരികയും ഒക്കെ ഇത് കേട്ടോണ്ട് നിന്നവരെല്ലാം കൂടി ചാടിക്കയറി ഭയങ്കരമായിട്ട് അവിടെ ബഹളം വെച്ചു. ശരത്താണെന്നുണ്ടെങ്കിലും എല്ലാവരും ഓടിച്ചെന്ന് അവിടെ ഭയങ്കര ബഹളമായിരുന്നു ഇന്നലെ തുടക്കത്തിൽ തന്നെ. അതിനുശേഷം ബിന്നി ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ച കഴിഞ്ഞിട്ടല്ല കഴിക്കേണ്ടത്, രാവിലെയാണ് കഴിക്കേണ്ടത്, വിശക്കുന്നു. അപ്പാന് നമ്മുടെ രേണു സുധിയും വന്നിട്ട് പറഞ്ഞു ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ഫുഡ് ഇത്ര സമയമായിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നാ പിന്നെ നിങ്ങൾ പോയി വായു ഭക്ഷിക്കുക, വായു ചവച്ചരച്ച് അങ്ങോട്ട് കഴിക്കുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തും ചാടി കയറി ഭയങ്കരമായ ബഹളം നടന്നു. അങ്ങനെ ഷാനവാസ് വന്നു. ഷാനവാസും അനീഷും തമ്മിലും ആ ഇഷ്യൂ ഏറ്റെടുത്ത് ഭയങ്കര അടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചന്റെയും അവിടെ നിന്ന് എന്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഷാനവാസ് അവിടെ ഇരിക്കുകയാണ്. അപ്പം വിന്നിയോ ആരൊക്കെയോ അവിടെ ചേർന്ന് കൂട്ടം കൂടിയിരുന്ന സമയത്ത് അവിടെ ഇരുന്ന ഒരാൾ ക്യാപ്റ്റന്റെ അടുത്ത്, അതായത് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു സംസാരിക്കുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ സംസാരിക്കരുതെന്ന് അവരോട് പറയണം. കാരണം ഉപ്പ് നമ്മുടെ സലൈവൊക്കെ അതിൽ വീഴും എന്നുള്ള രീതിയിലൊന്നും കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ ഷാനവാസ് അവിടെ പോയി നിന്നിട്ട് പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് പാടില്ല, കാരണം നിങ്ങളെ തുപ്പലൊക്കെ അതിൽ വീഴുമായിരിക്കും, അതുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അനീഷ് അപ്പൊ എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഫീൽ ആയത് നമ്മുടെ അക്ബറിനായിരുന്നു. അക്ബർ ഷാനവാസിന്റെ നേരെ ഭയങ്കരമായിട്ടുള്ള ബഹളം വെച്ചിരുന്നു. അങ്ങനെ ചെന്നപ്പോ തന്നെ ഒനിയിലും കൂടി വന്നിട്ട് ആകെപ്പാടെ നമ്മുടെ അക്ബറിന്റെ അടുത്ത് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അക്ബർ ദേഷ്യപ്പെട്ടിട്ട് ഒനിയിലിനെ ചീത്ത എന്തോ വിളിച്ചു. ഒനിയിൽ അത് അപ്പൊ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഒനിയിലും ഷാനവാസും വന്ന് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അക്ബറുമായിട്ടുള്ള ഇഷ്യൂ ഷാനവാസും ഒനിയിലും മൂത്തുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ശരത് അക്ബറിന്റെ ഫ്രണ്ട് ആണല്ലോ, ഗ്രൂപ്പിസം ഉണ്ടെന്ന് ഓൾറെഡി സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരുടെ നേരെ ചാടിച്ചെന്നും ശരത്തും സംസാരിച്ചു. അപ്പോ അത് അവിടെ വീണ്ടും ഒരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്നത് നമ്മുടെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇനി ഒരു സെപ്പറേറ്റ് ഗെയിംസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഗെയിംസ് വിൻ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും പോയിന്റ്സ് കുറഞ്ഞ 2 പേരെ താൽക്കാലികമായിട്ട് പുറത്തു വിടേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെ ഒരു കാര്യം വന്നു. പക്ഷേ ഈ ഗെയിംസ് കൊടുക്കുന്നതിലൊന്നും ഇവർ ഡയറക്റ്റ് പങ്കെടുക്കാൻ പാടില്ല. ഇവർക്ക് വിശ്വാസമുള്ള 2 പേരെയാണ് ഗെയിം കളിക്കാൻ വിടേണ്ടിരുന്നത്. അപ്പൊ ഇന്നലെ ഒരു ആദ്യത്തെ ഗെയിം ഉണ്ടായിരുന്നു, അതിൽ 2 പേരെ സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ ഈ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മിഡ് വീക്ക് എവിക്ഷനിലുള്ള ആളെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ കളിച്ച് ഔട്ടാക്കാം, അങ്ങനെ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഏറ്റവും കൂടുതൽ വഴക്കം നടന്നിരിക്കുന്നത് ശരത്തും അനീഷും തമ്മിലാണ്. പക്ഷെ അനീഷ് സെലക്ട് ചെയ്ത ശരത്തിനെയാണ്. അവിടെ എല്ലാവരും ആകപ്പാടെ ഞെട്ടിയിരുന്നു ആ ഒരു സെലക്ഷൻ കണ്ടിട്ട്. ശരത്തിനെയാണ്, കാരണം അവൻ പറഞ്ഞത് എന്നെ ആപത്ഘട്ടത്തിൽ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശരത്തിനെ അനുമോളിനെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇന്നലെ ആ ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർക്കും പോയിന്റ്സ് വെച്ചിട്ട് ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഇപ്പോ അനീഷിനാണ്. അനീഷിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ശരത്തും അനുമോളും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം കുറച്ച് കൊടുത്തതൊന്നുമല്ല, അവർ മാക്സിമം ട്രൈ ചെയ്തു. താക്കോല് കിട്ടേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടാനുള്ള താമസം കൊണ്ടൊക്കെയാണ് അവർ പുറകിലായി പോയത്. പിന്നീട് നമ്മുടെ ബിഗ് ബോസിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എല്ലാ സീസണിലും കണ്ടുവരുന്നത് പോലെ തന്നെ എന്താണ് നമ്മൾ ഓരോരുത്തരുടെയും ഇൻട്രൊഡക്ഷനും
ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുന്ന ഒരു എന്താണ് ഒരു സെക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ 3 പേരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓനീല, രേണു, അതുപോലെ തന്നെ സരിക KB, ഇവര് 3 പേരും അവരുടെ ഫാമിലി പറ്റിയും മറ്റു ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു ചെറിയ കള്ളനുണ്ട് കേട്ടോ, തക്കാളി കള്ളൻ. അതായത് നെവിന് തക്കാളി കിച്ചണിൽ നിന്ന് അടിച്ചു മാറ്റി നല്ലപോലെ കഴിക്കുന്നുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നൂറ അത് കണ്ടുപിടിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും പറയുന്നു. പറഞ്ഞപ്പോ നെവിൻ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇത് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇല്ല എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെവിന്റെ നിർബന്ധം കാരണം അത് കഴിച്ചു. അത് കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നി വീണ്ടും ഒരു സ്പൂൺ കൂടെ വാങ്ങിച്ച് നൂറ് കഴിച്ചു കേട്ടോ. അപ്പൊ പറഞ്ഞു ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഈക്വൽ പങ്കാളികളാണ്, അതുകൊണ്ട് നിനക്ക് എന്നെ ഒറ്റുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ നെവിൻ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഫണ്ണായിട്ടുള്ള രീതിയിൽ നമുക്ക് തോന്നി. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്ന. ബാക്കി എന്താണ് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിൽ നിന്ന് അവരുടെ ഗെയിം എങ്ങനെയായിരിക്കും, അവരിൽ ആരാണ് പുറത്തു പോകുന്നതൊക്കെ കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലെ നടന്നത്. ബാക്കി എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കിനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.